ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സങ്കീർണമായ ദൗത്യം ISRO വിജയകരമായി പൂർത്തിയാക്കിയതോടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. സങ്കീർണമായ ഈ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായി കഴിവ് തെളിയിക്കണമെങ്കിൽ ISRO ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ചന്ദ്രയാൻ 4 ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ദൗത്യം, സ്വന്തം ബഹിരാകാശ നിലയം എന്നീ ഭാവി ലക്ഷ്യങ്ങൾക്ക് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ആത്മവിശ്വാസം പകരും. 2 തവണ മാറ്റിവെച്ച ദൗത്യമാണ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ന് രാവിലെയാണ് സ്പെഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തത്. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. ഡിസംബർ 30-നാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിക്ഷേപിച്ചത്. സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി PSLV C-16 റോക്കറ്റ് ഇരട്ട ഉപഗ്രഹങ്ങളെ വഹിച്ചാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. വെവ്വേറെ വിക്ഷേപിച്ച 2 ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 475 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ചാണ് ഒന്നിച്ചു ചേർന്നത്. കൂട്ടിയോജിപ്പിച്ച ഉപഗ്രഹങ്ങളുടെ പേര് STX-01 ചേസർ, STX-02 ടാർഗറ്റ് എന്നിങ്ങനെയാണ്. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ദൗത്യം വിജയം കൈവരിച്ചത്. കഴിഞ്ഞ 11-ന് 3ാം പരിശ്രമത്തിൽ 500 മീറ്ററിൽ നിന്നും 230 മീറ്ററിലേക്കും 105 മീറ്ററിലേക്കും 15 മീറ്ററിലേക്കും 3 മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇതൊരു ട്രയൽ മാത്രമായിരുന്നുവെന്നും ISRO അറിയിച്ചു. ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് രാവിലെ സ്പേഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയത്തിലെത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.